വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോവക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് നല്ല വൃത്തിയിൽ കഴുകി എടുത്തിട്ടുള്ള ഒരു 16 മീഡിയം സൈസ് കോവക്ക എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1/4 കിലോയോളം ഉണ്ടാവും. ഇതിൻ്റെ 2 സൈഡും കളഞ്ഞതിന് ശേഷം നീളത്തിൽ ഒരു 4 കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിത് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോവക്ക ഞാനിവിടെ 4 കഷ്ണങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിൽ കൂടുതലായിട്ടും കട്ട് ചെയ്യാം. അതുപോലെ കോവക്ക എടുക്കുമ്പോൾ അധികം പഴുത്തതൊക്കെ ഒഴിവാക്കിയിട്ട് ഇളം കോവക്ക എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കോവയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചേർക്കാതെയും ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചതച്ച മുളകിന് പകരമായിട്ട് മുളക് പൊടിയോ പച്ചമുളകോ ചേർത്ത് കൊടുക്കാം. പച്ചമുളകാണെങ്കിൽ ഒരു 3ഓ 4ഓ ചേർക്കാം. മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഗ്യാസ് സ്റ്റൗവിൽ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒരല്പം ചൂടായതിന് ശേഷം ഫ്ലെയിം മീഡിയം ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 2 അല്ലി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 15 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളിക്ക് പകരം സവാള ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളി ചേർക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇതും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയുടെയൊക്കെ കളറ് ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1.5 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുത്താലും മതിയാവും. അപ്പം ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവക്ക ചേർത്ത് കൊടുക്കാം. ഈ കോവക്ക 1-2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു നോക്കി അടിയിൽ പിടിക്കുന്നില്ല കാര്യം ഉറപ്പുവരുത്തണം. അതുപോലെ ഫ്ലെയിമിൽ ഓയിൽ വെച്ചതിന് ശേഷം മാത്രം മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ഞാൻ ഈ കോവക്കയിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഉപ്പൊക്കെ നോക്കി ആവശ്യമാണെങ്കിൽ ഉപ്പോ എരിവില്ലെങ്കിൽ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോവക്ക എടുത്ത് കഴിച്ച് നോക്കുമ്പോൾ വേവായോ എന്ന് മനസ്സിലാവും. അപ്പോൾ അടിക്ക് പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഒരല്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ കോവക്ക ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഈ സമയം ഞാൻ ഒരു 2 അല്ലി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്നു വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ കോവക്ക മുഴുവനായിട്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഉപ്പും മുളകും എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോവക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം.